Hi dear. So in this first video, I'll tell you basic principles of embryology. Okay. മോനെ എംബ്രിയോളജി നമ്മുടെ മെയിൻ പേപ്പറിൽ വളരെ വെയിറ്റേജ് കുറവുള്ള ഒരു ടോപ്പിക്കാണ്. എംബ്രിയോളജി ആൻഡ് ഹിസ്റ്റോളജിയും കൂടെ ചേർത്തിട്ട് ഇറ്റ് ഈസ് അറൗണ്ട് 20 മാർക്സ്, മാക്സിമം 20 മാർക്സേ വരുള്ളൂ. ഓക്കെ, ഔട്ട് ഓഫ് 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ് 20 മാർക്സ് ആയിരിക്കും എംബ്രിയോ പ്ലസ് ഹിസ്റ്റോ. ഈ എംബ്രിയോളജിയിൽ നിങ്ങൾക്ക് ഉള്ള പോർഷൻസ് ഒന്ന് ജനറൽ എംബ്രിയോളജിയാണ്. ജനറൽ എംബ്രിയോളജി മീനിങ് എങ്ങനെയാണ് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഉള്ളത്. ഓക്കെ, അതിനെപ്പറ്റി പറയുന്നതാണ് ജനറൽ എംബ്രിയോളജി. രണ്ട്, നിങ്ങൾക്ക് സിസ്റ്റമിക് എംബ്രിയോളജി ഉണ്ട്. സിസ്റ്റമിക് എംബ്രിയോളജി എന്ന് വെച്ചാൽ ഓരോ സിസ്റ്റവും, ലൈക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, തല, നമ്മുടെ ജനൈറ്റോ യൂറിനറി സിസ്റ്റം, ഓക്കെ, ഗ്യാസ്ട്രോ സിസ്റ്റം, ഇതൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പഠിപ്പിക്കുന്നതാണ് സിസ്റ്റമിക് എംബ്രിയോളജി. ഓക്കെ, സോ ഇന്ന് ഞാൻ ഫാരഞ്ചൽ അപ്പാരറ്റസിനെ പറ്റി ക്ലാസ് എടുക്കാം. ഇതിനകത്തുനിന്ന് ഞാൻ എടുക്കുന്ന ഇപ്പം ഒരു 10-15 മിനിറ്റ്സ് ക്ലാസ് ആയിരിക്കട്ടെ ഫസ്റ്റ് ക്ലാസ്. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. കോൺസെപ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഈ ക്ലാസ് കാണാം. അത് കഴിഞ്ഞ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പ്രോബ്ലി ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുള്ളൂ. ആ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കിയിട്ട് അയച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് with the definition of embryology. Embryologyയുടെ definition എന്താടാ? Yes, it is the study of development and maturation of an embryo. Embryo എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫാണ്. ഓക്കെ, ഒരു ഓവവും സ്പേമും തമ്മിൽ കമ്പൈൻ ആവുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത്, അല്ലേ? ആ സൈഗോട്ട് വളരുമ്പോഴാണ് അത് എംബ്രിയോ ആയിട്ട് മാറുന്നത്, എംബ്രിയോ. സോ ഈ എംബ്രിയോ ആണ് പിന്നെ വലുതായി ഒരു ഫീറ്റസ്, ഒരു കുഞ്ഞുവാവയാവുന്നത്. ആ കുഞ്ഞുവാവയാണ് പിന്നെ വലുതായി ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ് ആവുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ എംബ്രിയോ ഒരു അഡൾട്ട് ആകുന്നത്, അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ത്? എംബ്രിയോളജി. സോ എംബ്രിയോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് എൻ എംബ്രിയോ. ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ ഫസ്റ്റ് തിങ് ടു നോ ഇസ് ദാറ്റ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സും, എല്ലാ ഓർഗൻസും സിസ്റ്റവും ഉണ്ടാവുന്നത് 3 ബേസിക് സ്ട്രക്ചേഴ്സിൽ നിന്നാണ്. സോ ലുക്ക് ഹിയർ ഗൈസ്, നമ്മുടെ ബോഡിയിലെ എല്ലാ സ്ട്രക്ചേഴ്സും ഉണ്ടാവുന്നത് 3 ബേസിക് ലെയേഴ്സിൽ നിന്നാണ്. ഓക്കെ, ഏതൊക്കെയാണത്? മീസോഡേം, എൻഡോഡേം ആൻഡ് എക്ടോഡേം ആണ്. യെസ് ഡിയർ, ലുക്ക്. So 3 layers ഏതൊക്കെയാണ്? from which all the systems of our body are formed. They are mesoderm, ectoderm, endoderm. Okay, ഇപ്പോൾ as you might be knowing, നമ്മുടെ ഡയഗ്രാംസിലെല്ലാം നോർമലി ഒരു ആർട്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് റെഡ് കളർ വെച്ചിട്ടാണ്, അല്ലേ? ഓക്കെ, നെർവ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് യെല്ലോ കളർ വെച്ചിട്ടാണ്, നെർവ്സിനെ. ഓക്കെ, വെയിൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലൂ കളർ വെച്ചിട്ടാണ് നമ്മൾ വെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏത് പിക്ചർ എടുത്ത് BD ചൗറസിയിൽ നോക്കിയാലും ഇങ്ങനെയാണ്. അതേപോലെ നിങ്ങൾ എംബ്രിയോളജിയിൽ ഈ മീസോഡേമിൽ നിന്ന് വരുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം റെഡ് കളറിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. മീസോഡേമിനെ അവർക്ക് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അത് റെഡ് കളറിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, എക്ടോഡേം ആണെങ്കിൽ ബ്ലൂ കളറിലായിരിക്കും കൊടുത്തിരിക്കുക, എൻഡോഡേം ആണെങ്കിൽ യെല്ലോ കളറിലായിരിക്കും. ഓക്കെ, സോ ഞാൻ പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവുക. ഓക്കെ, ഇപ്പോൾ ഇന്നർമോസ്റ്റ് ലെയർ, നമ്മുടെ ബോഡിയിലെ ഇന്നർമോസ്റ്റ് ലെയറാണ് എന്ത്? വെരി ഗുഡ്, ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡേം. ഓക്കെ, നമ്മുടെ ബോഡിയിലെ ഔട്ടർമോസ്റ്റ് ലെയറാണ് എന്ത്? വെരി ഗുഡ്, എക്ടോഡേം. ഈ ബ്ലൂ കളറാണ് എക്ടോഡേം. ഓക്കെ, ആൻഡ് ഈ രണ്ടിൻ്റെയും നടുക്കത്തെ ലെയറാണ് എന്ത്? വെരി ഗുഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കത്തെ ലെയറാണ് മീസോഡേം. ഓക്കെ, ഫൈൻ.
സോ ഈ മീസോഡേമിൽ നിന്ന് കുറേ സ്ട്രക്ചേഴ്സ് ഫോം ആവാറുണ്ട്, എക്ടോഡേമിൽ നിന്ന് കുറേ സ്ട്രക്ചേഴ്സ് ഫോം ആവാറുണ്ട്, എൻഡോഡേമിൽ നിന്നും കുറേ സ്ട്രക്ചേഴ്സ് ഫോം ആവാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് മീസോഡേമൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്, എക്ടോഡേമൽ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്. ഓക്കെ, സോ വെൻ ഐ ഇൻ ദ സബ്സിക്വൻറ്റ് ക്ലാസ്സസ് ഐ ടീച്ച് യു. സോ ബേസിക്കായിട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നമ്മുടെ ബോഡിയിൽ എല്ലാ ഓർഗൻസും ഉണ്ടാവുന്നത് ബേസിക് 3 ലെയേഴ്സിൽ നിന്നാണ്. ഏതൊക്കെയാടാ? റിപ്പീറ്റ് ആഫ്റ്റർ മീ. യെസ്, മീസോഡേം, എക്ടോഡേം ആൻഡ് എൻഡോഡേം. ഓക്കെ ഓക്കെ, നമുക്കിനി എംബ്രിയോൻ്റെ ഒരു പിക്ചർ വരയ്ക്കാം. ഓക്കെ, ഒരു കുഞ്ഞു വാവേൻ്റെ ഒരു പിക്ചർ വരയ്ക്കാം. സോ ദിസ് വാട്ട് ഐ ആം ഡ്രോയിങ്. ഓക്കെ, ഇതിനെയാണ് CNS ബൾജ് എന്ന് പറയുന്നത്. എന്താടാ? CNS ബൾജ്. ഈ CNS ബൾജാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ബ്രെയിനായിട്ട് മാറുന്നത് കുഞ്ഞിലെ. ഓക്കെ, ഐ മീൻ ഒരു കുഞ്ഞു വാവയുടെ CNS ബൾജാണ് എന്തായിട്ട് മാറുന്നത്? ബ്രെയിനായിട്ട് മാറുന്നത്. ഈ ഏരിയ എന്താടാ? ദ വൺ ദാറ്റ് ഐ എം ഡ്രോയിങ് നൗ. 1 second. യാ, സോ ഇതെന്താണ്? ദിസ് ഈസ് ദ ഡോർസൽ ഏരിയ ഓഫ് ദി എംബ്രിയോ. ഡോർസൽ ഏരിയ, ഡോർസൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ബാക്ക് സൈഡ്. ഓക്കെ, വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡും ഡോർസൽ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡുമാണ്. സോ ഞാനിപ്പോൾ വരച്ചേക്കുന്നതാണ്, ഈ യെല്ലോ ലൈനാണ് ഡോർസൽ ഏരിയ ഓഫ് ദി എംബ്രിയോ. ഓക്കെ, ഈ CNS ബൾജിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബൾജുണ്ട്, കോൾഡ് ആസ് ദ കാർഡിയാക് ബൾജ്. എന്താടാ? കാർഡിയാക് ബൾജ്. ആൻഡ് ദെൻ ദർ ഇസ് എ ടെയിൽ ഓഫ് ദി എംബ്രിയോ. സോ ലുക്ക് ഹിയർ ഡിയർ, ഇതെന്താണ്? യെസ്, ദിസ് ഇസ് എ കാർഡിയാക് ബൾജ്. സോ ദിസ് ഇസ് എ കാർഡിയാക് ബൾജ്. ഓക്കെ, നൗ ടെൽ മീ വാട്ട് ഈസ് ദിസ്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഒരു എംബ്രിയോ ആണ് കേട്ടോ. ഇതെന്താണ്? ഇറ്റ് ഈസ് എ വെരി ഗുഡ് ടെയിൽ പാർട്ട് ഓഫ് ദി എംബ്രിയോ. സോ ദിസ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ടെയിൽ പാർട്ട് ഓഫ് ദ എംബ്രിയോ. ഓക്കെ, ഇനി നോക്കുക, ദ ഏരിയ, ദിസ് ഏരിയ യു സോ, ഏരിയ ബിറ്റ്വീൻ ദ CNS ബൾജ് ആൻഡ് ദ പെരികാർഡിയൽ ബൾജ്. കണ്ടോടാ? ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ദിസ് ഏരിയ, ഓക്കെ, ബിറ്റ്വീൻ ദ CNS ബൾജ് ആൻഡ് ദ പെരികാർഡിയൽ ബൾജ്, ഇതിനെ പറയുന്ന പേരാണ് സ്റ്റോമ. ഓക്കെ, സോ സ്മോൾ സ്പേസ് കണ്ടോ ഈ ഭാഗം? യെസ്, ഇതിനെ പറയുന്ന പേരാണ് സ്റ്റോമ. ഓക്കെ, സോ നമ്മുടെ ഈ സ്റ്റോമ എന്താണെന്നറിയാടാ? നമ്മുടെ വായാണ്. വായിലെ ആ ഒരു ക്യാവിറ്റി ഇല്ലേ, നമ്മുടെ മൗത്തിലെ ക്യാവിറ്റി, അതാണ് സ്റ്റോമ. ഓക്കെ, നൗ ഈ പെരികാർഡിയൽ ബൾജ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഹാർട്ടായിട്ട് മാറും. ഓക്കെ, CNS ബൾജ്, അതായത് ഈ CNS ബൾജ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ബ്രെയിനായിട്ട് മാറും. ഇത്രയും ക്ലിയർ ആയോ? ഫൈൻ. ഇനി നമുക്കുള്ളത്, ഇവിടെ ഒരു ചെറിയ ബഡ് പോലെ ഫോം ചെയ്യും. ഓക്കെ, ഇത് ലാറ്ററൽ വ്യൂ ആണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് ലാറ്ററൽ വ്യൂ. ലാറ്ററൽ വ്യൂവിൻ്റെ അർത്ഥം എന്താ? ഞാനിപ്പോൾ സൈഡിൽ നിന്ന് ഒരു എംബ്രിയോനെ നോക്കുവാണെങ്കിൽ ഇതാ ഇതേപോലെ ആയിരിക്കും കാണാൻ. സോ ഈ സൈഡിൽ എന്ത്? ദിസ് ഇസ് വൺ ബഡ് കോൾഡ് ആസ് അപ്പർ ലിംബ് ബഡ്. ഓക്കെ, ഈ അപ്പർ ലിംബ് ബഡാണ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കൈകളായിട്ട് മാറുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇത് ലാറ്ററൽ വ്യൂ ആണ്. ഇപ്പോൾ ലെറ്റസ് സേ ഇത് ലെഫ്റ്റ് സൈഡിലെ ബഡാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഞാനിപ്പം ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ആ വശത്തും എന്തുണ്ട്? ഇതേപോലെ ഒരു ബഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ലെഫ്റ്റും റൈറ്റും ഹാൻഡില്ലേ, അതേപോലെ. സോ ലെഫ്റ്റ് ഈ ഭാഗത്തെ ബഡ് അപ്പർ ലിംബായിട്ട് മാറുന്നു. ഈ എംബ്രോയുടെ ആ മറുവശത്തെ ബഡ് അപ്പുറത്തെ സൈഡിൽ അപ്പർ ലിംബായിട്ട് മാറുന്നു. ഓക്കെ, ഫൈൻ. താഴെ വേറെ ഒരു ബഡ് ഉണ്ട്, കോൾഡ് ആസ് എ ലോവർ ലിംബ് ബഡ്. എന്താടാ? താഴത്തെ ബഡാണ് ലോവർ ലിംബ് ബഡ്. ഈ ബഡാണ് വളരുമ്പോൾ നമ്മുടെ കാലുകളായി അവ ലെഗ്സ് ആയിട്ട് മാറുന്നത്. സോ സിമിലർലി ഈ ഭാഗത്ത് ഒരു ബഡുണ്ട്, ഞാൻ അപ്പുറത്തെ സൈഡ് ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ വശത്തും ഒരു ലോവർ ലിംബ് ബഡ് കാണാൻ കഴിയും. ഓക്കെ, ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ CNS ബൾജിൻ്റെ താഴെ ഒരു സ്പേസ് കണ്ടോ? ഓക്കെ, ആ സ്റ്റോമയുടെ ഏരിയ, അവിടെ ഇതേപോലെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും എംബ്രിയോയിൽ. ഓക്കെ, ഈ സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫാരിഞ്ചൽ അപ്പാരറ്റസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പലർക്കും അറിയില്ല എന്താണ് ഈ ഫാരിഞ്ചൽ അപ്പാരറ്റസ് എന്ന്. സോ ബേസിക്കലി നമ്മുടെ ഞാനൊരു കുഞ്ഞിനെ വരയ്ക്കുകയാണെങ്കിൽ
കുഞ്ഞിൻ്റെ നെക്കിൽ ഓക്കെ ഇങ്ങനെ ഒരു മാല ഇട്ടേക്കുന്ന പോലെ 5 ആർച്ചസ് കുഞ്ഞു വാവയായിരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ അതിനെന്ന് വെച്ചാൽ ഈ ഫോമിൽ എംബ്രിയോ ഫോമിൽ ഇങ്ങനെ 5 ആർച്ചസ്, അതിൻ്റെ ആർച്ചസ് നെക്ക് ഏരിയയിൽ നമ്മൾ കാണാറുണ്ട്. ഈ ആർച്ചസിനെ പറയുന്ന പേരാണ് ഫാരിഞ്ചൽ അപ്പാരറ്റസ്. ബേസിക്കലി നമ്മുടെ നെക്കിലെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സാണ് ഫാരിഞ്ചൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൺസ് മോർ, എന്താണ് ഈ ഫാരിഞ്ചൽ അപ്പാരറ്റസ്? അത് എംബ്രിയോയിലെ നെക്ക് റീജിയനിൽ ഉണ്ടാകുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സാണ്. ഈ സ്ട്രക്ചേഴ്സിൽ കുറേ ഭാഗങ്ങളുണ്ട്, ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, ഈ ഫാരിഞ്ചൽ അപ്പാരറ്റസ് ഇസ് മെയ്ഡപ്പ് ഓഫ് മെനി സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ആകുമ്പോൾ നമ്മുടെ നെക്ക് റീജിയൻ, ഇയർ റീജിയനിലെ പല സ്ട്രക്ചേഴ്സും ഫോം ആവും. ലൈക്ക് നമ്മുടെ മിഡിൽ ഇയർ, ഓക്കെ, മിഡിൽ ഇയർ, എസ്ട്രീഷ്യൻ ട്യൂബ്, പാലറ്റൈൻ ടോൺസിൽസ്, തൈമസ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, ഇതൊക്കെ ഫോം ചെയ്യുന്നത് ഈ ഫാരിഞ്ചൽ അപ്പാരറ്റസ് ഡെവലപ്പായി വരുമ്പോഴാണ്. ഓക്കെ, സോ ഫാരിഞ്ചൽ അപ്പാരറ്റസ് ആ ഒരു ഓറിയൻറ്റേഷൻ കിട്ടണം, അതെങ്ങനെയാണ് കാണാനെന്ന്. നമ്മുടെ നെക്കിൽ നമ്മൾ കുറേ മാലകൾ ഇട്ടതുപോലെ, ഒരു 5-6 മാലകൾ ഇട്ടതുപോലെ ആയിരിക്കും ഫാരിഞ്ചൽ അപ്പാരറ്റസ് കാണാനായിട്ട്. അപ്പോൾ ഇത് ലാറ്ററൽ വ്യൂ ആണ്. ഞാൻ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇതേപോലെ ഇരിക്കും. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഇത് ഒരു നെക്കിൽ 5-6 മാല ഇട്ടതുപോലെ കാണാൻ കഴിയും. ഓക്കെ, അതിനെയാണ് ഫാരിഞ്ചൽ അപ്പാരറ്റസ് എന്ന് പറയുക. ഇത്രയും മനസ്സിലായോ? ഫൈൻ. ഓക്കെ, ഇതിൻ്റെ മണ്ടയിൽ, ഈ ഫാരിഞ്ചൽ അപ്പാരറ്റസിൻ്റെ മണ്ടയിലായിട്ട് നമുക്ക് ഐ പ്ലാക്കോഡ് കാണാൻ കഴിയും ഒരു എംബ്രിയോയിൽ. ഐ പ്ലാക്കോഡ് എന്ന് വെച്ചാൽ ഐസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഐ പ്ലാക്കോഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. ഓക്കെ, സോ ഇതൊക്കെ വളരെ പ്രിമിറ്റീവ് സ്ട്രക്ചേഴ്സാണ്, എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സ്ട്രക്ചേഴ്സാണ്. ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രക്ചേഴ്സിൽ നിന്നാണ് ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ് ഫോം ആവുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ സംടൈംസ് ഇപ്പോൾ ഒരു വൈവേയിൽ മാഡം ചോദിക്കുകയാണ്, ലിംബ് ബഡ് എന്താടാ? ലിംബ് ബഡ് ഡെവലപ്സ് ബൈ വിച്ച് വീക്ക്? ഒരു എംബ്രിയോ ഫോം ആയിട്ട് ഈ ലിംബ് ബഡ് അപ്പിയർ ചെയ്യാനായിട്ട് എത്ര ആഴ്ച എടുക്കും? ബൈ 4 വീക്സ്. ഓക്കെ, 4 വീക്സ് ആകുമ്പോഴത്തേക്കും ഒരു എംബ്രിയോയിൽ ലിംബ് ബഡ്സ് ഫോം ആവും. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ഒരു വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തോ. ഫേസ് ഒരു എംബ്രിയോയിൽ എപ്പോഴത്തേക്കായിരിക്കും പ്രോപ്പറായിട്ട് ഫോം ചെയ്യുക? ഫേസ് അതും സെയിം ആൻസർ 4 വീക്സ്. ഒരു 4 വീക്സ് ആകുമ്പോഴത്തേക്കും ഈ ഫേസ് ഏകദേശം നമുക്ക് പ്രോപ്പറായിട്ട് ഫോം ചെയ്യും ഓഫ് എൻ എംബ്രിയോ. ഓക്കെ, സോ ലിംബിന് 4 അക്ഷരങ്ങളുണ്ട്. സോ റിമെമ്പർ 4 വീക്സ്. ഫേസിന് 4 അക്ഷരങ്ങളുണ്ട്. സോ റിമെമ്പർ 4 വീക്സ്. ഓക്കെ, ജസ്റ്റ് എ കോഡ് സോ ദാറ്റ് യു ക്യാൻ റിമെമ്പർ. ഓക്കെ ഗൈസ്, ഓക്കെ മോളെ ലുക്ക് ഹിയർ. എനിക്കാണെങ്കിൽ ക്ലാസ് എടുത്തിട്ട് ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് കോൾഡ് ഗൈസ്. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാറുണ്ടടാ. സോ ദാറ്റ്സ് വൈ ഐ കോൾഡ് ഗൈസ്. ചലോ ലെറ്റ് ഇസ് ആൻഡ് ഐ എം ഹാവിങ് ഫീവർ. അതാണ് കേട്ടോ ശബ്ദം കുറച്ചതായിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ആൻ എംബ്രിയോ. ഓക്കെ, ഒരു 3D പിക്ചറാണ് ഓഫ് ആൻ എംബ്രിയോ. ഞാൻ നേരത്തെ വരച്ച് കാണിച്ച പോലെ ഇതാ ഒരു എംബ്രിയോയുടെ തല. ഓക്കെ, CNS ബൾജാണ് ഇത്. ഓക്കെ, ആൻഡ് ലുക്ക് ഹിയർ this part. okay, idana pericardial bulge. See one second. So this is a pericardial bulge. Okay, and look here dear. Okay, look here, this is the upper limb bud kando, and idana lower limb bud. Okay, so ഈ ഭാഗമാണ് നമ്മുടെ കൈകളായിട്ട് മാറുക. ഓക്കെ, സോ ഇത് ഞാൻ ഈ സൈഡിൽ നോക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഈ സൈഡിൽ നോക്കിയാൽ എനിക്ക് അവിടെയും ഇതേപോലെ ഒരു അപ്പർ ലിംബ് ബഡ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഭാഗത്ത് നോക്കിയാൽ അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ എനിക്ക് അവിടെയും ഒരു ലോവർ ലിംബ് ബഡ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ലോവർ ലിംബ് ബഡ്. ഓക്കെ, ലോവർ ലിംബ് ബഡ് ഇത് നമ്മുടെ കാലുകളായിട്ട് ഡെവലപ്പ് ചെയ്യും ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ആൻഡ് ലുക്ക് ഹിയർ, ഈ CNS ബൾജിൻ്റെയും ദിസ് ഇസ് എ CNS ബൾജ്. ഓക്കെ, ആൻഡ് പെരികാർഡിയൽ ബൾജിൻ്റെയും ഇടയ്ക്ക് ഒരു സ്പേസ് കണ്ടോ? ലുക്ക് ഹിയർ, സീ ദിസ് സ്പേസ്, ബ്ലാക്ക് സ്പേസ്. അതാണ് എന്ത്? ദാറ്റ് സ്പേസ് ഇസ് കോൾഡ് ആസ് സ്റ്റോമ. ഓക്കെ, സ്റ്റോമ നമ്മുടെ വായായിട്ട് അത് പിന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ സ്റ്റോമയുടെ തൊട്ട് താഴെ ഓക്കെ യു ക്യാൻ സീ സ്ട്രക്ചേഴ്സ് ലൈക്ക് ദിസ്. സീ ദിസ് സ്ട്രക്ചർ, ക്യാൻ യു സീ? 1 second. ഈ സ്ട്രക്ചർ കണ്ടോ?
ഇതാണ് ഫാരിഞ്ചൽ ആർച്ച്. ഓക്കെ, സോ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ പോയി അപ്പുറത്തെ ഭാഗത്ത് നിൽക്കും. ഓക്കെ, സോ ഇത് നെക്കാണെങ്കിൽ ഓക്കെ ഇത് ഇവിടുന്ന് ഞാൻ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്ത് പോയി നിൽക്കും. അപ്പോൾ ഇതേപോലെ സോ ഇങ്ങനത്തെ ഒരു ഫിഗർ ആയതുകൊണ്ടാണ് ഇതിനെ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതേപോലെ എത്ര ആർച്ചസ് ഉണ്ടെന്നറിയോ നമുക്ക് എംബ്രിയോയിൽ? നമുക്കല്ല, എംബ്രിയോയിൽ ഇതേപോലെ ആദ്യം എത്ര ആർച്ചസ് ഉണ്ടെന്നറിയോ? 6 ആർച്ചസ് ഫോം ചെയ്യും. 1 2 3 4 5 6. ഓക്കെ, സോ 6 ആർച്ചസ് ഒരു എംബ്രിയോയിൽ ഉണ്ടാവും. ഓക്കെ, ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു എംബ്രിയോ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവുന്ന സമയത്ത് ഈ 5ാമത്തെ ആർച്ചില്ലേ, ഈ ഡെവലപ്പ് ആവുന്ന സമയത്ത് ഈ 5ാമത്തെ ഇവിടെ ഒരു 5ാമത്തെ ആർച്ച് ഉണ്ടായിരുന്നു, അതങ്ങ് ഡിസപ്പിയർ ആവും. ഓക്കെ, സോ നോട്ട് ഇറ്റ് ഗേൾ, the 5th arch disappears during embryogenesis. മനസ്സിലായോടാ? സോ ആദ്യമേ നമുക്ക് ഈ കുഞ്ഞിന് അല്ലെങ്കിൽ എംബ്രിയോയ്ക്ക് 6 ആർച്ചസ് ഉണ്ടാവാറുണ്ട് നെക്കിൽ. ഓക്കെ, അത് വളരുന്ന സമയത്ത് എംബ്രിയോ പ്രോപ്പറായി വളരുന്ന സമയത്ത് ഈ 5ാമത്തെ ആർച്ച് എന്ത് പറ്റും? ഡിസപ്പിയർ ആവും. ഇതേപോലെ ഡിസപ്പിയർ ആവും. ഓക്കെ, ആൻഡ് പിന്നെ ലാസ്റ്റ് അപ്പം ഹൗ മെനി ആർച്ചസ് പെർസിസ്റ്റ്? എത്ര ടോട്ടൽ ആർച്ചസ് പെർസിസ്റ്റ് ചെയ്യും? 1 2 3 4 5. അപ്പം ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി ആർച്ചസ് പെർസിസ്റ്റ് ഡ്യൂറിങ് എംബ്രിയോജെനസിസ്, 5 ആർച്ചസേ ഒരാൾക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇനീഷ്യലി എത്ര ആർച്ചസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ 6 ആർച്ചസ് ആർ പ്രസൻറ്റ് ഇനീഷ്യലി. 6 ആർച്ചസ് ആർ പ്രസൻറ്റ് ഇനീഷ്യലി. ദ 5th ആർച്ച്, ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന 5th ആർച്ച് ഡിസപ്പിയേഴ്സ്. 5th ആർച്ച് ഡിസപ്പിയേഴ്സ്. മനസ്സിലായോടാ? ഫൈൻ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻറ്റ് സി, നമ്മുടെ എംബ്രിയോയിലെ ഔട്ടർമോസ്റ്റ് ലെയർ എന്താടാ? ഓക്കെ, ഏറ്റവും പുറത്തെ ലെയറാണ് എക്ടോഡേം. ഓക്കെ, ഒരു എംബ്രിയോയിലെ ഏറ്റവും പുറത്തെ ലെയറാണ് എക്ടോഡേം. സോ ഇഫ് യു സീ ഹിയർ, ഈ ഫാരിഞ്ചൽ ആർച്ചസിൽ ഓക്കെ ഏറ്റവും പുറത്ത് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, ഇതാണ് നമ്മുടെ ഫാരിഞ്ചൽ ആർച്ച്. ഓക്കെ, അത് മനസ്സിലായി. ഈ പുറത്തെ ലെയറാണ് എക്ടോഡേം. ഈ എക്ടോഡേം ഇഫ് യു ഒബ്സർവ് ക്ലിയർലി, അകത്തൊരു ഇൻപൗച്ചിങ് കണ്ടോ? ഈ അകത്തിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന കണ്ടോ? ദാ ഇവിടെ ഒരു 1 സെക്കൻഡ്, ഈ അകത്തിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന കണ്ടോ? ഈ ഭാഗം ഇവിടെയും ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന കണ്ടോ? അതിനെ പറയുന്ന പേരാണ് ക്ലെഫ്റ്റ്. എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് ക്ലെഫ്റ്റ്. ഓക്കെ, സോ ഇത് ഫാരിഞ്ചൽ അപ്പാരറ്റസ് ആയതുകൊണ്ട് നമ്മളിതിനെ ഫാരിഞ്ചൽ ക്ലെഫ്റ്റ് എന്ന് പറയുന്നു. വൺസ് അഗെയിൻ, വാട്ട് ഈസ് ഫാരിഞ്ചൽ ക്ലെഫ്റ്റ്? ഞാൻ ഫാരിഞ്ചൽ അപ്പാരറ്റസ് കാണിച്ചു തന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഫാരിഞ്ചൽ അപ്പാരറ്റസ് അല്ലേ? ഓക്കെ, ഈ ഫാരിഞ്ചൽ അപ്പാരറ്റസിൽ ഈ ഇടയ്ക്കൊരു കുഴി കണ്ടോ? ഇൻപൗച്ചിങ് എന്ന് പറയും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഫാരിഞ്ചൽ ക്ലെഫ്റ്റ്. ഓക്കെ, ഈ ഔട്ടർമോസ്റ്റ് ലെയറാണ് എക്ടോഡേം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്ടോഡേമൽ ക്ലെഫ്റ്റ് എന്നും ഇതിനെ പറയാം. ഓക്കെ, ഇവിടെ എണ്ണി പറഞ്ഞ എത്ര ഫാരിഞ്ചൽ ആർച്ചസ് കാണാൻ പറ്റുന്നുവെന്ന്? ദിസ് ഇസ് എ ഫസ്റ്റ് ഫാരിഞ്ചൽ ആർച്ച്. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ് ഫാരിഞ്ചൽ ആർച്ച്. ഇത് കണ്ടോ? ഓക്കെ, തേർഡ് ഫാരിഞ്ചൽ ആർച്ച്, ഫോർത്ത് ഫാരിഞ്ചൽ ആർച്ച്, 5th ഫാരിഞ്ചൽ ആർച്ച് നമുക്ക് കാണാൻ കഴിയില്ല, കാരണം അത് ഡിസപ്പിയർ ആയിപ്പോവും. ഓക്കെ, അത് ആദ്യമേ ഉണ്ടെങ്കിലും 5th ഫാരിഞ്ചൽ ആർച്ച് ഡിസപ്പിയർ ആയിപ്പോവും. പിന്നെ 6ാമതൊരു ഫാരിഞ്ചൽ ആർച്ച് ഉണ്ട്. ഓക്കെ, അതിവിടെ ക്ലിയർലി വിസിബിൾ അല്ല. സോ ദ ലാസ്റ്റ് ഇസ് ദ 6th ഫാരിഞ്ചൽ ആർച്ച്. പിന്നെ സി, നിങ്ങൾ ഈ എംബ്രിയോൻ്റെ ബാക്കിൽ ഓക്കെ യു ക്യാൻ സീ ദീ സ്മോൾ ലൈൻസ്, റൈറ്റ്? സോ ഈ ലൈൻസ് കണ്ടോ? ദാ ഇതേപോലെ. ഓക്കെ, ദീസ് ലൈൻസ് ആർ കോൾഡ് ആസ് സോമൈറ്റ്സ്. ഓക്കെ, ഈ ലൈൻസ് ആണ് സോമൈറ്റ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഫങ്ഷനും ഇതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ഐ ടെൽ യു സബ്സിക്വൻ്റ്ലി. ആസ് ഫോർ നൗ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഈ ലൈൻഡ് സ്ട്രക്ചേഴ്സ് കണ്ടോ അറ്റ് ദ ബാക്ക് ഓഫ് ദി എംബ്രിയോ? യെസ്, മിഡ് ലൈനിൽ ദീസ് ലൈൻസ് ആർ കോൾഡ് ആസ് സോമൈറ്റ്സ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇത് നോക്കിയടാ, ഇതും ഒരു എംബ്രിയോൻ്റെ പിക്ചറാണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ദിസ് പാർട്ട്. ഓക്കെ, ഇത് എംബ്രിയോൻ്റെ തലയാണ്. ഓക്കെ, CNS ബൾജ്. ഓക്കെ, ഇതാണ് ആ എംബ്രിയോൻ്റെ പെരികാർഡിയൽ ബൾജ്. അത് ഡെവലപ്പ് ആകുമ്പോൾ ഹാർട്ടായിട്ട് മാറും. ഓക്കെ, ഇതാണ് എംബ്രിയോൻ്റെ അപ്പർ ലിംബ്. ഓക്കെ, ഇത് ലാറ്ററൽ വ്യൂ ആണ്. ഞാൻ സൈഡിൽ നിന്നൊരു എംബ്രിയോനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതാണ് ആ എംബ്രിയോൻ്റെ
ലോവർ ലിംബ് ബഡ്, ഇതാണ് അപ്പർ ലിംബ് ബഡ്. ഓക്കെ, ഈ ഭാഗമാണ് വാട്ട് ഈസ് ഇറ്റ്, ദിസ് ഇസ് എ ടെയിൽ ഓഫ് ദി എംബ്രിയോ. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി തലയുണ്ടായിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മേലിൽ നിന്ന് നോക്കുകയാണ്. ഓക്കെ, സോ ഐ ക്യാൻ സീ ദിസ് സ്ട്രക്ചർ. ഓറിയൻറ്റേഷൻ മനസ്സിലായോ? ഓക്കെ, ഇതൊരു കംപ്ലീറ്റ് എംബ്രിയോ അല്ല, ഇവിടെ ഒരു തലയുണ്ടായിരുന്നു, റൈറ്റ്? ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഐ എം സീയിങ് ഫ്രം അബവ്, അതാണ് ഞാൻ ഈ സ്ട്രക്ചേഴ്സ് കാണുന്നത്. ഓക്കെ ഓക്കെ, സി ഗൈസ് ദിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ CNS ബൾജ് എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്തൊരു ചെറിയ ക്യാവിറ്റി കണ്ടോ? ഇതാണ് ക്രേനിയൽ ക്യാവിറ്റി. ഓക്കെ, ഇവിടെയാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക. ഈ ക്യാവിറ്റി, ഈ കുഴിയിലാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇനിയും ഈ ഭാഗം കണ്ടോ? ഇവിടെ ഒരു ക്യാവിറ്റി കണ്ടോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫാരിഞ്ചൽ ക്യാവിറ്റി. ഓക്കെ, നമ്മുടെ ഫാരിങ്സും ഓറൽ ക്യാവിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് ഫാരിഞ്ചൽ ക്യാവിറ്റി. ഓക്കെ, നൗ യു ക്യാൻ സീ ഈ ഫാരിഞ്ചൽ ആർച്ചസ് കണ്ടോടാ? ഇതാണ് നമ്മുടെ ഫാരിഞ്ചൽ ആർച്ചസ്. ഈ ഏറ്റവും പുറത്തെ ലെയർ, ഫാരിഞ്ചൽ ആർച്ചിൻ്റെ ഏറ്റവും പുറത്തെ ലെയർ, ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് വാട്ട് ഗൈസ്? ഇറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് എക്ടോഡേം. അപ്പോൾ ഞാൻ ഈ ബ്ലൂ ആയിട്ട് വരയ്ക്കുന്നതാണ് എക്ടോഡേം. The inner layer, this layer, okay, the inner layer is endoderm. Okay, endoderm layer ആണ് ഈ ഭാഗം. ഓക്കെ, സോ നമ്മുടെ GIT ആണ്, GITയുടെ തുടക്കമാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വായിൻ്റെ തുടക്കമാണ് ഇവിടെ. ഓക്കെ, സോ നമ്മുടെ GIT is lined by endoderm. ഓക്കെ, സോ ദിസ് ഇസ് യുവർ endoderm. ഓക്കെ, ഈ നടുക്കത്തെ സ്ട്രക്ചറില്ലേ, ഈ വൈറ്റ് ഏരിയ, ഈ 1 second, ഐ ഡോണ്ട് ഹാവ് എ റെഡ് കളർ. ഓക്കെ, ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദിസ്. സോ ഈ നടുക്കത്തെ ലെയർ, ക്യാൻ യു സീ, ക്യാൻ യു അപ്രീഷിയേറ്റ്? ദാറ്റ് ലെയർ ഇസ് കോൾഡ്, എന്ന് വെച്ചാൽ ഈ നടുക്കത്തെ ലെയർ, ഇതിനെയാണ് നമ്മൾ മീസോഡേം എന്ന് പറയുന്നത്. മീസോഡേം, മനസ്സിലായോ? വൺസ് മോർ, ദ ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് കോൾഡ് ആസ്, you tell me, the outermost layer of the embryo is called as ectoderm. Very good. The innermost layer is called as the endoderm. Clear? Okay, ഈ നടുക്കത്തെ റീജിയൻ, ഈ ഭാഗം, ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ മീസോഡേം എന്ന് പറയുന്നത്. ഓക്കെ, സോ see this mesoderm, no, ഈ അകത്തെ ഈ ലെയർ മീസോഡേം, അത് ഹൈപ്പർ പ്രോളിഫറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആർച്ചസ് ഫോം ചെയ്യുക. ഈ ആർച്ചസ് കണ്ടോ? 1 second. Okay, you can see the arch here. See, this is the first arch, second arch, third arch, fourth arch. അങ്ങനെ ഈ ആർച്ചസ് ഫോം ചെയ്യുന്നത് നമ്മുടെ മീസോഡേമിലെ നടുക്കത്തെ ലെയർ. ഓക്കെ, ഈ മീസോഡേം ഹൈപ്പർ പ്രോളിഫറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആർച്ചസ് ഇങ്ങനെ ഫോം ആവുക. ഒരു എംബ്രിയോയിൽ ആർച്ചസ് ഇങ്ങനെ ഫോം ആവുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു മീസോഡേമൽ പ്രോളിഫറേഷൻ. മനസ്സിലായോ? ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഓക്കെ, ഇത് ബാക്ക് സൈഡ് ഓഫ് ദി എംബ്രിയോ ആണ്. ഞാൻ കാണിച്ചു തരാം. സി, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എംബ്രിയോനെ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വ്യൂ ചെയ്യാണ്. ഓക്കെ, സോ ഐ ക്യാൻ സീ ദ ഫാരിഞ്ചൽ അപ്പാരറ്റസ്. സോ ഐ എം ഗിവിങ് എ കട്ട് ലൈക്ക് ദിസ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വ്യൂ ചെയ്താൽ എനിക്ക് ഫാരിഞ്ചൽ അപ്പാരറ്റസ് ബാക്കിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇത് എംബ്രിയോൻ്റെ ഫ്രണ്ട് സൈഡ് ആണല്ലോ, ഇതാണല്ലോ ഐസ് അല്ലേ, മൂക്ക്, ഇതൊക്കെ ഇത് ഫേസ് ആണ് എംബ്രിയോൻ്റെ. ഓക്കെ, ഈ ഭാഗമാണ് ബാക്ക് സൈഡ് ഓഫ് ദി എംബ്രിയോ. യു നോ ദാറ്റ്, റൈറ്റ്? അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് വ്യൂ ചെയ്താൽ എനിക്ക് കിട്ടുന്ന പിക്ചറാണ് ഇത്. ഓക്കെ, സോ യാ, സീ ഗൈസ്, ദിസ് പാർട്ട് ദാറ്റ് യു സീ, ഇത് കണ്ടോ? ഈ ട്യൂബ്യൂള് പോലിരിക്കുന്ന 2 ഭാഗങ്ങളെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ് യു ക്യാൻ സീ, ഹൗ മെനി ആർച്ചസ് ആർ ദെയർ? എത്ര ആർച്ചസ് ഉണ്ടാവും? 1 ഫാരിഞ്ചൽ ആർച്ചസ് ആണ്, 1, 2, 3, 4. ഓക്കെ, 5th ആർച്ച് ഡിസപ്പിയർ ചെയ്യും, 6th ആർച്ച്, റൈറ്റ്? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആർച്ച്. ഓക്കെ, ദിസ് ഇസ് എ സെക്കൻഡ് ആർച്ച്, ദിസ് ഇസ് എ തേർഡ് ആർച്ച്, ദിസ് ഇസ് എ 4th ആർച്ച്, ആൻഡ് ദിസ് ഇസ് എ 6th ആർച്ച്. ഓക്കെ, ആൻഡ് ഈ ആർച്ചസ്, ഓക്കെ, ദിസ് ഫാരിഞ്ചൽ ആർച്ചസ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? These pharyngeal arches are developed from mesoderm.
ഓക്കെ, ആ 3 ലെയേഴ്സിൽ നിന്ന് ഏത് ലെയറാണ് ഫാരഞ്ചൽ ആർച്ചായിട്ട് മാറുക? മീസോഡേം, നടുക്കത്തെ ലെയർ. യു ക്യാൻ സീ ഹിയർ the outermost layer is called, okay, pharyngeal apparatusന്റെ outermost layer ആണ് ectoderm. okay, ectoderm. The innermost layer ഞാൻ ഈ യെല്ലോ ആയിട്ട് വരയ്ക്കുന്നതാണ് എന്ത്? വെരി ഗുഡ്, എൻഡോഡേം. ഇതേപോലെയാണ് ഈ സൈഡിലും കേട്ടോ. ആൻഡ് നടുക്കത്തെ ലെയർ, ഈ നടുക്കത്തെ ലെയറാണ് എന്ത്? റെഡ് കളർ ഞാൻ വരയ്ക്കുന്നതാണ് മീസോഡേം. ഓക്കെ, എഗെയിൻ ഈ മീസോഡേം പ്രോളിഫറേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ആർച്ചസ് കിട്ടുന്നത്. ഓക്കെ, ഈ മീസോഡേം പ്രോളിഫറേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആർച്ചസ് കിട്ടുന്നത്. എത്ര ആർച്ചസ് ഉണ്ട് ടോട്ടലി? 5 ആർച്ചസ് ഉണ്ട്. ഇനീഷ്യലി നമുക്ക് 1, 2, 3, 4, 5, 6 ആർച്ചസ് ഉണ്ടെങ്കിലും ഓക്കെ, എംബ്രയോ വളരുന്ന സമയത്ത് 5ാമത്തെ ആർച്ച് ഡിസപ്പിയർ ആവും. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫൈനലി നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പം എത്ര ആർച്ചസ് ഉണ്ടാവും? 1, 2, 3, 4, 5. സോ ടോട്ടൽ 5 ആർച്ചസേ ഒരു എംബ്രയോയിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. 5 ആർച്ചസ്. ഓക്കെ, ഓക്കെ, നൗ വെരി ഇമ്പോർട്ടൻറ്റ് അതർ കോൺസെപ്റ്റ്. ലുക്ക് ഹിയർ, ഇതാണ് നമ്മുടെ എക്ടോഡേം. ഈ ബ്ലൂ ലൈൻ വെച്ച് ഞാൻ വരച്ചേക്കുന്നത്. സി, ഇറ്റ്സ് ഗോയിങ് ഇൻസൈഡ്. ഈ വശത്ത് നിങ്ങൾ നോക്കിയാൽ എക്ടോഡേം ഇസ് ഗോയിങ് ഇൻസൈഡ്. ഒരു ഇൻവേർഡ് പൗച്ചിങ് പോലെ, ഒരു ഇൻവേർഡ് ഒരു ഡിപ്രഷൻ പോലെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദിസ് ഏരിയ, 1 സെക്കൻഡ്. ഓക്കെ, ദിസ് ഏരിയ ഒരു ഡിപ്രഷൻ പോലെ കണ്ടോ? അതിനെയാണ് നമ്മൾ ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫാരിഞ്ചൽ ക്ലെഫ്റ്റ്, നമ്മളിപ്പോൾ ഫാരിഞ്ചൽ അപ്പാരറ്റസിനെ പറ്റിയില്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് കോൾഡ് എസ് ഫാരിഞ്ചൽ ക്ലെഫ്റ്റ്. മനസ്സിലായോ? ഓക്കെ, നൗ വെൻ യു സീ ദി ദിസ് ഇസ് ദി എക്ടോഡേം. ഓക്കെ, സോ ബ്ലൂ ലൈൻ എന്താണ്? എക്ടോഡേം. ഫൈൻ. സോ ഫാരിഞ്ചൽ ക്ലെഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്ടോഡേർമൽ ക്ലെഫ്റ്റ് എന്നും ഇതിനെ പറയാം. എക്ടോഡേർമൽ ക്ലെഫ്റ്റ് എന്നും പറയാം. നൗ വെൻ യു ലുക്ക് ഹിയർ, ഈ യെല്ലോ ലൈനിൽ ഞാൻ വരച്ചേക്കുന്നത് എന്താടാ? യെല്ലോ ലൈൻ, ദിസ് ഈസ് യുവർ എൻഡോഡേം. ഓക്കെ, എൻഡോഡേം ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. സി, അകത്തേക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ, ഒരു കുഴി പോലെ പോകുന്നുണ്ട്. കണ്ടോ ഈ ഏരിയ? കണ്ടോ ഈ ഏരിയ? ഓക്കെ, സോ ഒരു ഔട്ട് പൗച്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനാണ്. ഈ ഏരിയനെ പറയുന്ന പേരാണ് പൗച്ച്. ഓക്കെ, സോ ഇറ്റ്സ് കോൾഡ് ആസ് എൻഡോഡേർമൽ പൗച്ച്. അണ്ടർസ്റ്റുഡ്? So this area here, 1 second guys, this area here is called as endodermal pouch. This area here is called as endodermal pouch. This area endodermal pouch. Okay, so basically this concept is important. Once more, okay, ectoderm ഇങ്ങനെയാണ്. ഓക്കെ, അതിൻ്റെ ഈ കുഴീനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലെഫ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ectodermal cleft അല്ലെങ്കിൽ pharyngeal cleft. Okay, now when I say about endoderm, okay, endodermൻ്റെ ഈ ഡിപ്രഷനെ പറയുന്ന പേരാണ് പൗച്ച്. ഓക്കെ, ഇതിനെ നമുക്ക് എൻഡോഡേർമൽ പൗച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഫാരിഞ്ചൽ പൗച്ച് എന്നും പറയാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറാണ് മിക്ക എംബ്രിയോളജി ബുക്സിലും കൊടുത്തേക്കുന്നത്. യുനോ, ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ്, ഇതൊരു എംബ്രയോ ആണ്. ഓക്കെ, ഈ ആർച്ച് വരയ്ക്കുന്നതിന് പകരം അവരിങ്ങനെ, സി, ഐഡിയലി there should have been arch. Okay, this is a first pharyngeal arch. Okay, then this is a second pharyngeal arch, right? This is a third pharyngeal arch. Okay, fourth pharyngeal arch. Okay, fifth pharyngeal arch disappear ചെയ്യും, sixth pharyngeal arch. ഇങ്ങനെയായിരുന്നു അവർ കൊടുക്കേണ്ടത്. പക്ഷേ അവരിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇതാ ഇങ്ങനെയാണ് പിക്ചർ കൊടുത്തേക്കുന്നത്. സോ ഈ അകത്തെ ഈ റെഡ് കളർ കണ്ടോ? അതാണ് ഫാരിഞ്ചൽ ആർച്ചായിട്ട് അവർ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഔട്ട്സൈഡ്, ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്? എക്ടോഡേം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇൻസൈഡ് എന്താണ്? ഇൻസൈഡ് എന്താടാ? ഇതാണ് നമ്മുടെ എൻഡോഡേം. റൈറ്റ്, എൻഡോഡേം. ഞാൻ ഒരു സൈഡ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ഈ സൈഡും സെയിം തിങ്. ഓക്കെ, ഇതിൻ്റെ നടുക്ക് എന്താണ്? ഈ നടുക്ക് റെഡ് കളർ ഞാൻ വരയ്ക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ മീസോഡേം. മനസ്സിലായോ? ഓക്കെ, ആൻഡ് ഈ ബ്രൗൺ കളറിൽ അവർ കാണിച്ചേക്കുന്നതാണ്, ഐ എം ജസ്റ്റ് ഡ്രോയിങ്, ഈ ബ്രൗൺ കളറിൽ അവർ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ യു ക്യാൻ സേ മീസോഡേം ഓർ ഫാരിഞ്ചൽ ആർച്ച്. ഓക്കെ,
ഈ പിക്ചർ എംബ്രിയോളജി ബുക്കിൽ കണ്ടാൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ്, നിങ്ങൾ ഈ ഏരിയ കണ്ടോ, ഈ ഏരിയ, സെക്കൻഡ് ഗൈസ്, സോ സി ദിസ് ഏരിയ. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദാറ്റ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഏരിയ, ഓക്കെ, ഇറ്റ് ഹാസ് ഗോട്ട് ectoderm, right? It has got ectoderm, it has got endoderm, it has got endoderm, and nadukku it has got mesoderm. So this area, if you see, ഇതിന് 3 ലേയേഴ്സും ആ ഏരിയയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഫാരിഞ്ചൽ മെംബ്രെയിൻ. റിപ്പീറ്റ് ആഫ്റ്റർ മീ, വാട്ട് ഈസ് ഫാരിഞ്ചൽ മെംബ്രെയിൻ എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ഫാരിഞ്ചൽ അപ്പാരറ്റസിൽ there is a region where the ectoderm, endoderm and mesoderm meet. ആ റീജിയനെ പറയുന്ന പേരാണ് ഫാരിഞ്ചൽ മെംബ്രെയിൻ. അപ്പോൾ എത്ര ഫാരിഞ്ചൽ മെംബ്രെയിൻസ് ഉണ്ടടാ നമുക്ക് നോക്കി. ഇവിടെ ഒരു ഫാരിഞ്ചൽ മെംബ്രെയിൻ ഉണ്ട്, ഒന്ന്. ദിസ് ഈസ് എ സെക്കൻഡ് ഫാരിഞ്ചൽ മെംബ്രെയിൻ, തേർഡ് ഫാരിഞ്ചൽ മെംബ്രെയിൻ ആൻഡ് ഫോർത്ത് ഫാരിഞ്ചൽ മെംബ്രെയിൻ. ഓക്കെ, സോ സെയിം തിങ് ഈ സൈഡിലും. ഇതെല്ലാം ബേസിക്കലി വൺ സ്ട്രക്ചറാണ്. ദിസ് is a first pharyngeal arch, okay, second pharyngeal arch, okay, so what I wanted to say is, ഈ ഫസ്റ്റ് ഫാരിഞ്ചൽ മെംബ്രെയിൻ ഒഴിച്ച് ബാക്കി 3 ഫാരിഞ്ചൽ മെംബ്രെയിനും ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, ഒരു എംബ്രിയോ വളരുമ്പോഴത്തേക്കും ഈ 3 ഫാരിഞ്ചൽ മെംബ്രെയിനും ഫാരിഞ്ചൽ മെംബ്രെയിനും ഡിസപ്പിയർ ചെയ്യും. only the first pharyngeal membrane persist. Repeat after me, only the first pharyngeal membrane persist. ഓക്കെ, ഫസ്റ്റ് ഫാരിഞ്ചൽ മെംബ്രെയിൻ മാത്രമേ നമുക്ക് എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ബാക്കി താഴത്തെ 3 ഡിസപ്പിയർ ചെയ്യും. ഈ ഫസ്റ്റ് ഫാരിഞ്ചൽ മെംബ്രെയിൻ ആണ് ഡെവലപ്പ് ചെയ്ത് പിന്നെ ടിംപാനിക് മെംബ്രെയിൻ ആയിട്ട് മാറുന്നത്. എന്താ മോനെ? ടിംപാനിക് മെംബ്രെയിൻ ആയിട്ട് മാറുന്നത്. എന്താണ് ഈ ടിംപാനിക് മെംബ്രെയിൻ? നമ്മുടെ ചെവിയിൽ, ഓക്കെ, ഇഫ് യു ഗോ, നമ്മുടെ ചെവിയിൽ ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൽ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇയർ ഡ്രം. ഓക്കെ, സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ടിംപാനിക് മെംബ്രെയിൻ. ഓക്കെ, സോ ടിംപാനിക് മെംബ്രെയിൻ ഇസ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് ഫാരിഞ്ചൽ മെംബ്രെയിൻ. ഈ ഫസ്റ്റ് ഫാരിഞ്ചൽ മെംബ്രെയിൻ ആണ് നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു ഫാരിഞ്ചൽ മെംബ്രെയിനിൽ 3 ലേയേഴ്സും ഉണ്ട്. എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. സോ നിങ്ങളുടെ വൈവ ക്വസ്റ്റ്യൻ ആണ്, ടിംപാനിക് മെംബ്രെയിനിൽ എത്ര ജേം സെൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ദർ ആർ all the 3 layers of germ cells present in tympanic membrane. Mesoderm ഉണ്ട്, ectoderm ഉണ്ട്, endoderm ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി മീസോഡോം, എക്ടോഡോം, എൻഡോഡോം എല്ലാം ജേം സെൽസ് എന്നാണ് നമ്മൾ പറയുക. ബിക്കോസ് ഈ 3 സെൽസിൽ നിന്നാണ് നമ്മുടെ ബാക്കി എല്ലാ സ്ട്രക്ചേഴ്സും ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിങ്, ഈ ഫാരിഞ്ചൽ ആർച്ച്. ലുക്ക് ഹിയർ, ദിസ് ഇസ് എ ഫസ്റ്റ് ഫാരിഞ്ചൽ ആർച്ച്. ഓരോ ഫാരിഞ്ചൽ ആർച്ച് എടുത്ത് നോക്കിയാലും ഓക്കെ യു ക്യാൻ സീ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ലൈക്ക്, ഇപ്പം ലെറ്റസ് സേ ഞാൻ ഈ ഫസ്റ്റ് ഫാരിഞ്ചൽ ആർച്ച് എടുത്തു. ഓക്കെ, അതിനകത്ത് ഐ ക്യാൻ സീ 1 pharyngeal artery. Okay, 1 pharyngeal artery. Then I can see 1 pharyngeal cartilage. Okay, then I can see 1 pharyngeal nerve. Okay, and then also I can see 1 pharyngeal muscle. അപ്പോൾ ഓരോ ഫാരിഞ്ചൽ ആർച്ചിനും ഈ 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോ ആർച്ചിനും അതിൻ്റേതായ ഫാരിഞ്ചൽ ആർട്ടറി ഉണ്ട്, ഒരു പ്രത്യേകതരം കാർട്ടിലേജ് ഉണ്ട്, ഒരു ഫാരിഞ്ചൽ നെർവ് ഉണ്ട്, ഒരു ഫാരിഞ്ചൽ മസിലും ഉണ്ട്. ഓക്കെ, സോ ഓരോ ആർച്ചസും ഗിവ്സ് റൈസ് ടു ദീസ് 4 സ്ട്രക്ചേഴ്സ്. സോ ആസ് യു ക്യാൻ സീ ഹിയർ, ഈ ഫസ്റ്റ് ഫാരിഞ്ചൽ ആർച്ചാണ് ഏത് തരുന്നത്? ഫാരിഞ്ചൽ. യു ക്യാൻ സീ റെഡ് കളറിലുള്ളത് ഫാരിഞ്ചൽ ആർട്ടറി ആണ്, ഇത് ഫാരിഞ്ചൽ നെർവ് ആണ്, ഇത് ഫാരിഞ്ചൽ കാർട്ടിലേജ് ആണ്, പിന്നെ ഒരു ഫാരിഞ്ചൽ മസിലും കൂടെ ഇത് കൊടുക്കും. അതേപോലെ നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് ഫാരിഞ്ചൽ ആർച്ചും സെയിം തിങ്, റൈറ്റ്? ആ ഫാരിഞ്ചൽ ആർച്ചും ഇതേപോലെ സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട്, നമ്മുടെ ഗ്രേസ് അനാറ്റമിയിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഫാരിഞ്ചൽ ആർച്ചും ഇറ്റ് ഗിവ്സ് റൈസ് ടു ദീസ് 4 സ്ട്രക്ചേഴ്സ്. ഏതൊക്കെയാണ്? 1 pharyngeal artery, 1 pharyngeal nerve, 1 pharyngeal muscle and pharyngeal cartilage. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ,
നമ്മുടെ ഫാരൻജൽ നെർവും ഓക്കെ കണക്റ്റീവ് ടിഷ്യൂസും എല്ലാം ഫോം ചെയ്യുന്നത് പ്രത്യേകതരം ഒരു സെൽസ് ഉണ്ട് നമ്മുടെ ഫാരൻജൽ ആർച്ചിൽ, കോൾഡ് ആസ് ന്യൂറൽ ക്രസ്റ്റ് സെൽസ്. ഓക്കെ, ഫാരൻജൽ ആർച്ചിലെ ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നാണ് ഈ ഫാരൻജൽ നെർവ്സും കണക്റ്റീവ് ടിഷ്യൂസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ഒരു അപ്ഡേറ്റ് ഉണ്ട് ഗ്രേസ് അനാറ്റമിയിൽ. സോ ജസ്റ്റ് നോട്ട് ദാറ്റ്. Fine. Okay, see this picture down. Okay, same picture. Okay, this is also pharyngeal apparatus. Outermost layer is ectoderm, innermost layer is endoderm. Okay, and നടുക്കത്തെ layer ആണ് എന്ത്, mesoderm. Okay, ഓരോ pharyngeal archum കുറച്ച് സ്ട്രക്ചേഴ്സ്, it gives rise to certain structures. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആൻഡ് സോ ദിസ് ഇസ് എ ബേസിക്സ് ഓഫ് pharyngeal apparatus. മോൾക്ക് എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹാർഡ്ലി എനിക്കൊന്നൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മാത്സ് ചിലപ്പോൾ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വരും. ഓരോ ആർച്ചിൻ്റെയും ഡെറിവേറ്റീവ്സ് എന്താണ്. ഓക്കെ, ഇപ്പം ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഓരോ ആർച്ചിൽ നിന്നും ഒരു ആർട്ടറി ഉണ്ടാവും, ഒരു മസിൽ ഉണ്ടാവും, ഒരു നെർവ് ഉണ്ടാവും. സോ ഓരോ ആർച്ചിൽ നിന്നും വരുന്ന ആർട്ടറിയുടെ പേരെന്താണ്, ആർട്ടറിയുടെ മസിലിൻ്റെ പേരെന്താണ് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സിമ്പിളാണ്, അത് മാത്രം പഠിച്ചാൽ മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സാം പർപ്പസിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ തന്നാണ് ഞാൻ. ഇഫ് യു ലൈക്ക് ദ ക്ലാസ് എടാ, ജസ്റ്റ് ലെറ്റ് മീ നോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഐ ടെൽ യു ദ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഈ ടോപ്പിക്കിന് ഞാൻ ഇട്ട് തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. മോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഓക്കെ, bye bye.